ആനയെ കൊണ്ട് നടക്കലല്ല കാര്യം, കൈ വിടുമ്പോ പിടിച്ച് കെട്ടലാണ് പണി. മേയാൻ പോകുന്ന ഒരേ ഒരു ആന. ഈ ആന എന്ന് പറയുന്നത് 5 വയസ്സായ കുട്ടികളെ ബുദ്ധിയുള്ളൂ. ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങും, ചെറിയ കാര്യങ്ങൾക്ക് സന്തോഷിക്കും. ഈ വണ്ടി ആണ് ഇപ്രാവശ്യം ഫ്ലഡില് ഇത്രക്ക് വെള്ളത്തിൽ കൂടെ പോയി ഒരു വീഡിയോ കണ്ടിരുന്നോ? അതാണ് ഈ വണ്ടി. മറ്റുള്ള ആനകളൊക്കെ അവരെ പാപ്പാമാര് കൊണ്ടുപോകലാണ്, ഇത് നമ്മളെ ഓള് കൊണ്ടുപോവാണ്. കാവേരിന്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട്. ആ വാരിയതോട് കൂടി എന്താ നമ്മളെ ഈ കുതിര നോക്കേണ്ട പയ്യൻ എന്ത് ചെയ്തു, അവനെ പിടിച്ച് രക്ഷപ്പെടുത്തി. ആ രക്ഷപ്പെടുത്തിയ വൈരാഗ്യത്തിൽ ഇപ്പോഴും ആ പയ്യനെ കണ്ട് ഓടിക്കും. ശരിക്കും കോടീശ്വരനായിട്ടുള്ള ആനപ്പാപ്പാനാണോ? അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഞാനും ചെയ്യലില്ല, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം 36 ചെയ്യും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. മലയാളികൾ പൊതുവെ ആനപ്രേമികളാണ്. പക്ഷേ ഈ മലപ്പുറത്തുകാരന്റെ ആനയോടുള്ള സ്നേഹം അത് വളരെ വലുതാണ്. ഇവിടെ ഞാൻ ഒരു ആനയെ തിരക്കി ഇറങ്ങിയതാണ്, കാവേരി എന്ന മലപ്പുറം നാടിന്റെ പ്രിയപ്പെട്ട കാവേരി ആനയെ. പക്ഷെ ഇവിടെ ഞാൻ വന്നപ്പോൾ എന്നെ വരവേറ്റത് ഒരുപാട് ആൾക്കാരാണ്. നമുക്ക് അവരുടെ വിശേഷവും കാവേരിയുടെ വിശേഷവും ഒക്കെ കാണാൻ വരും. ഞാൻ പറഞ്ഞ ആനപ്രേമി ഇതാണ് ഷിമിൽ, അല്ലേ? ഷിമിൽ ആന മാത്രമല്ല ഞാൻ ഇവിടെ വന്നപ്പോ കണ്ടത്, കൂട് നിറച്ചും കുതിരകള്, ഡോഗ്സ് കാണാൻ വേണ്ടി ആകാംക്ഷയോടെ വന്ന ആള് വേണ്ട അവിടെ നിൽക്കുന്നു തലയുയർത്തി. കാവേരി, നമുക്ക് കാവേരി എടുത്ത് പോയാലോ? നമ്മൾ ഇനി കാവേരിയെ കൊണ്ടൊന്ന് നടക്കാൻ ഇറങ്ങാം, അല്ലേ? ഈവനിങ് വാക്ക്. അതെ. കാവേരി എങ്ങനെയാ, ഇണങ്ങോ? ഇണങ്ങ പുറമക്കാരോട് എന്തായാലും ഇണക്കല്ല. ഇല്ല, ഇപ്പൊ ഓടിക്കോ? ഓടിക്കാന്ന് പറഞ്ഞാല് ഞാനുള്ളപ്പോ വരാ, അത്രേ ഉള്ളൂ. അല്ലാത്ത തലേ കാട്ടുന്നുണ്ട്. അതിപ്പോ അതല്ല, അതിപ്പോ ഈ നേരം വന്നാലേ അയച്ചു വിടുമ്പോ കറങ്ങാനുള്ള പോക്കാണ്. ഇപ്പൊ പോവാ. ഒരു സെല്യൂട്ട് എടുത്തേ, സെല്യൂട്ട് എടുത്തേ, കൊടുത്തേ സെല്യൂട്ട്. എങ്ങനെ സെല്യൂട്ട് കൊടുക്കല്ലേ? കൊടുത്തേ സെല്യൂട്ട് കൊടുത്തേ, കൊടുത്തടി സെല്യൂട്ട്. ഇവിടെ ആള് ഭയങ്കര ആക്റ്റീവാണ്, അല്ലേ? ആൾക്കാരോട് ഇടപെടാനും ഒക്കെ. എവിടുന്ന് ഈ കാവേരിനെ കിട്ടിയത്? കാവേരി ഞാൻ കണ്ടത് കോട്ടയത്തു നിന്നാണ്. എങ്ങനെയാണ്, ചെറുതിലെ? 4-5 വർഷമായിട്ടുള്ളൂ. അത്രേ ഉള്ളൂ, അല്ലേ? എങ്ങനെയാ ആളുടെ രീതി പൊതുവെ? പുറമേ നിന്നുള്ള ആൾക്കാരെ എന്നോടല്ലാതെ ആരോടും ഇല്ല, കമ്പനി ഇല്ല. ആൾക്ക് ഷിമില് എന്നുള്ള പേര് കേൾക്കുമ്പോ വേറൊരു രീതിയാണെന്ന് നമുക്കറിയാം. പക്ഷെ ആൾക്ക് ഇങ്ങനെ കാവേരി എന്നുള്ളൊരു പേര് വന്ന, ആരാ കാവേരി എന്നുള്ള പേര് ഇട്ടത്? അല്ല, ആനകൾക്ക് നമ്മള് മനുഷ്യന്മാരുമാര് ഇതാണ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, നമ്മളുണ്ടല്ല. അതിന്റെ ചെറുപ്പം തൊട്ടേ പേപ്പറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ്. നമ്മളെ ജനന സർട്ടിഫിക്കറ്റ് പോലെ തന്നെ ഇവർക്കും പേപ്പർ ഉണ്ട്, അതിൽ ആ പേരേ ഉണ്ടാവുള്ളൂ, അത് മാറ്റാനൊന്നും പറ്റില്ല. നമ്മള് വേറെ മാറ്റി വിളിക്കും, പക്ഷെ പേപ്പറിൽ അതേ ഉണ്ടാവുള്ളൂ. ആളുടെ ഭക്ഷണ രീതി എങ്ങനെയാണെന്നാ പറഞ്ഞത്? അത് ഞാൻ പറയാം, ഇവിടെ മിക്സ്ഡ് ഫുഡാണ് ഇവർക്ക്. അതായത് പട്ട, പുല്ല്, പ്ലാവിന്റെ ഇല, അതാണ് ഡെയിലി ഫുഡ്. പ്ലാവിന്റെ ഇല ആനകൾ പൊതുവെ കഴിക്കും, അല്ലേ? പിന്നെ വാഴപ്പിണ്ടി, അതായത് ഒരു ഫുഡ് മാത്രല്ല, ഇതിങ്ങനെ ഒരു 10 മണി വരെ ഇന്ന ഫുഡ്, അത് കഴിഞ്ഞത് വേറെ. രാവിലെ അവിലുമെന്ന് തുടങ്ങും, അവില് ഈത്തപ്പഴം തുടങ്ങും, പിന്നെ പട്ട, പുല്ല്, പ്ലാവിന്റെ വൈകിട്ട് ചോറ്. ഈ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആനകളെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അത് വേണല്ലോ, കാരണം എന്താ വെച്ചാൽ 24 hours തീറ്റ വേണം. പിന്നെ അത് മാത്രല്ല, പിന്നെ വേറെ കാര്യങ്ങള് ഇവൽക്കിപ്പോ ഈ ചോറും അവലൊക്കെ എന്ന് പറഞ്ഞാല് നമുക്ക് കഴിക്കണ കാര്യമല്ലല്ലോ, കുറച്ച് പോരല്ലോ, കൂടുതലാണല്ലോ. എങ്ങനെ ഈ ആളെ നോക്കുന്നതിന് വേണ്ടിട്ട് മാത്രമായിട്ട് വിട്ടിരിക്കാണോ ലൈഫ്? അതെ. ഇപ്പൊ ഇവിടെ കാര്യം, അതായത് വിഷയം എന്താ വെച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമുക്ക് 2 ദിവസത്തിൽ കൂടുതൽ എവിടെയും പോകാൻ പറ്റില്ല. ഒരു ദിവസം ഓക്കെ, 2ാം ദിവസം വൈകിട്ട് ആള് പ്രശ്നം മക്കളെ പോലാണ്. അതെ. നമുക്ക് നടക്കാറിയാലോ? അയച്ചുവിടാ. നമ്മളെല്ലാ വീഡിയോയിലും ചോദിക്കും ആൾക്കാർ എന്താ ആന കാര്യമുണ്ട്. അത് വയർപ്പാണ് ഇവർക്ക്, നമ്മളെ മനുഷ്യനെ മാതിരി ഇവിടെ ഇത് വയർക്കൂല, ഉള്ള വയർപ്പ്. ഞാൻ എന്നെ ആദ്യമായിട്ട് ഇത്ര ഒരു വലിയ ആന ഇത്ര അടുത്ത് കണ്ടിരിക്കണം. അല്ല, ഇവളെ പ്രത്യേകത അതാണ്, അതായത് തോട്ടിയും പടിയൊക്കെ ഓളനെ പിടിക്കുക. പിന്നെ മെയിൻ ഇവൾക്ക് ഒരു പ്രത്യേകത ഉള്ള എന്താ നിങ്ങൾക്കറിയോ? ചെങ്ങല പരിപാടി ചങ്ങലയില്ല. ശരി. പിന്നെ മേയാൻ പോകുന്ന ഒരേ ഒരു ആന. മാത്രല്ല നാട്ടുകാർക്കെല്ലാം ഭയങ്കര ഇഷ്ടല്ലേ. ഈ സാധാരണ ഞാൻ കേട്ടിട്ടുണ്ട്
ആനകൾക്ക് മതം പൊട്ടും എന്നുള്ളത്, അങ്ങനെ എന്തെങ്കിലും? അല്ല, അത് ഇവർക്ക് എല്ലാ ആനകൾക്കും ഒരു ടൈമുണ്ട്. ആ ടൈമിൽ ചെറിയ ഇതും പുരി അപ്പൊ ആ ഒരു ടൈമില് പുറമക്കാരൊന്നും ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. എന്നോട് വിഷയമൊന്നും പ്രശ്നമൊന്നും എനിക്ക് കൈകാര്യം ചെയ്യുക. അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാധനം. പിന്നെ പലപ്പോഴൊക്കെ ഇങ്ങനെ പൂരപ്പറമ്പിൽ ആനയുടെ ആളുകളെ കൊന്നു എന്നൊക്കെ പറയുന്നേക്കും നമുക്ക് പേടിയാണ്. അതെ അതെ അതെ, അത് ഞാൻ പറഞ്ഞില്ല, ഇതേ ഈ ആന എന്ന് പറയുന്നത് 5 വയസ്സായ കുട്ടികളെ ബുദ്ധിയുള്ളൂ. ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങും, ചെറിയ കാര്യങ്ങൾക്ക് സന്തോഷിക്കും, ചെറിയ കാര്യങ്ങൾക്ക് സങ്കടപ്പെടും. അപ്പൊ നമ്മളൊരു 5 വയസ്സായ കുട്ടിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതുപോലെ കൈകാര്യം ചെയ്താലും. എങ്ങനെയാണ് ഈ മൃഗങ്ങളോട് ഇത്ര സ്നേഹം വന്നത്? അല്ല, എനിക്ക് ചെറുപ്പം തൊട്ടേ മൃഗവും വണ്ടി ഇത് രണ്ടുമാണ് നമ്മളെ ക്രൈസ്. അപ്പൊ അതിനും വേണ്ടിട്ട് നമ്മള് ഏത് വരെ പോകും. സാധാരണ ഞാൻ കേട്ടിട്ടുണ്ട് പൂച്ച, പട്ടി, പശു അങ്ങനെയുള്ളത്. ഇത് ഇവിടെ ആന, കുതിര, സാധാരണ പട്ടികളല്ല, വലിയ ഹൈബ്രിഡ് പട്ടികൾ. ഒരു 12 ഐറ്റം ഉണ്ട്. വീട്ടുകാരെന്താ പറയാ അതിനൊക്കെ വളർത്താനായിട്ടൊക്കെ പറയുമ്പോ? അല്ല, ഓരോരു സപ്പോർട്ട് ഇല്ലാതെ ഇപ്പൊ ഇത്ര സംഭവം മുന്നോട്ട് പോലല്ലോ. ഇതിപ്പോ ആടും കോയും വളർത്തുന്ന മാതിരിയല്ലല്ലോ. അതെ അതെ. കാരണം എന്താ വെച്ചാല് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. മെയിനായിട്ട് നമുക്ക് വേനലൊക്കെ ആയി കഴിഞ്ഞാൽ വെള്ളം ഭയങ്കര വിഷയമാണ്. വെള്ളം കുറച്ചൊന്നും പോരാ. അപ്പൊ ഈ ആളെ കുളിപ്പിക്കാനും ഒക്കെ എവിടെയാ കൊണ്ടുപോവാ? കുളിപ്പിക്കാനും ഇവിടെ തന്നെയാണ് കുളിപ്പിക്കല്. ഞങ്ങള് ആഴ്ചയിൽ ഒരു പ്രാവശ്യം പുഴയിൽ കൊണ്ടുപോകും അല്ലേ? അത് ഞങ്ങള് കുളിപ്പിക്കലല്ല ആവശ്യം, കുറച്ചുനേരം വെള്ളത്തിൽ കളിക്കാൻ വിടും. അപ്പൊ ഇവർക്ക് എന്താ വെച്ചാല്, പിന്നെ അത് മാത്രമേ ഞാൻ പറഞ്ഞില്ല, കാട്ടിലുള്ള ഒരു ഏകദേശം അത്ര ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ലെങ്കിലും നമ്മൾ ഏകദേശം ആ ഒരു സെറ്റപ്പിൽ ചെയ്തു കൊടുക്കും. കുറച്ച് ചില മഴ പെയ്ത് കഴിഞ്ഞാൽ ചളി കളിക്കാൻ വിടും. പിന്നെ അങ്ങനത്തെ ഓരോരോ സെറ്റപ്പുകൾ. ലൈസൻസ് വേണോ? ലൈസൻസ് വേണം. ഇനി പ്രത്യേക ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എടുക്കണ്ട. ആനന്റെ പണി പഠിക്കാതെ എന്തായാലും ആന കൊണ്ടുനടക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാല് ആനയെ കൊണ്ട് നടക്കലല്ല കാര്യം, കൈ വിടുമ്പോ പിടിച്ച് കെട്ടലാണ് പണി. മനസ്സിലായോ? അതായത് മറ്റേ തിന്നാൻ കൊടുക്കുന്ന ആൾക്കാർക്ക് ആർക്കും കഴിച്ചുവിടാ, പക്ഷെ ഈ കൈ വിട്ടു പോകുമ്പോ പിടിച്ച് കെട്ടലാണ് പണി. മനസ്സിലായോ? എനിക്ക് തോന്നുന്നു ഇവിടെ 1-ാം പാപ്പാൻ കാവേരി, 2-ാം പാപ്പനാണ് ശിബിൽ എന്നുള്ളതാണ്. ഇപ്പൊ അത് വേറൊരു കാര്യം ശ്രദ്ധിച്ചില്ലേ? ഇപ്പൊ മറ്റുള്ള ആനകളൊക്കെ അവരെ പാപ്പാമാര് കൊണ്ടുപോകലാണ്. ഇത് നമ്മളെ ഓള് കൊണ്ടുപോവാണ്. അതന്നെ കൊണ്ടുപോവാണ്. പക്ഷെ ആദ്യത്തെ ഒരു ചെറിയ പേടി എനിക്ക് തോന്നുള്ളൂ, പിന്നെ ആള് കൂളാണ്. ആളെ പ്രത്യേകം എന്താ വെച്ചാല് കൂടെ നടക്കേണ്ടതിനും അതിനൊന്നും വിഷയമില്ല. പക്ഷെ ആളോട് ചട്ടടിക്കാനും ആളെ കൂടുതൽ തോണ്ടാനും പിടിക്കാൻ നിൽക്കും. അങ്ങോട്ട് കമ്പനി ഒന്നും വേണ്ട, അടുത്തുവേണേ കാണാ, ഭക്ഷണം കൊടുക്കാൻ പോവാ, അത്രേ ഉള്ളൂ. ആളും തന്നെ ഞങ്ങളുടെ അടുത്തേക്ക് വല്ലാതെ വരൂല. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക, പോവാ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ നാട്ടുകാർക്ക് ഇതൊരു സ്ഥിരം കാഴ്ചയായോണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നില്ല. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാല്, ഇവിടെ ആളുകള് ആനയെ ശല്യം ചെയ്യാൻ നിൽക്കൂല. അതായത് ആന ഇപ്പൊ ഒറ്റക്ക് പോവാണെങ്കിലും ആനനെ ബുദ്ധിമുട്ടിക്കാൻ ആരും നിൽക്കൂല. വയലിൽ നിന്ന് കണ്ട് ആനയെ കീനെ വിളിക്കുക, അപ്പൊ അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അതായത് വൈന്ന് ചട്ടടിക്കാൻ പാടില്ല. കമന്റ് ഇപ്പൊ നടന്നു പോവാണെങ്കിൽ അങ്ങോട്ടാനെ അത് ചോദിച്ചാൽ ആന ചോദിക്കും, ആരാടാ ചോദിക്കും. അതുപോലെ ഈ നാടനാന ആയതുകൊണ്ട് നമ്മളെ ഭാഷ കറക്റ്റ് ആയിട്ട് അറിയും. ആർക്കെങ്കിലും എന്തെങ്കിലും അങ്ങനെ പണി കിട്ടിയിട്ടുണ്ട്. പണി ഇവിടെ നമ്മളെ കുതിര നോക്കേണ്ട ചെക്കനെ ഒരു പ്രാവശ്യം കിട്ടി. അവരൊന്നും അടുപ്പിക്കൂല. ഇനി ഈ ചെക്കനല്ലാതെ വേറെ നമ്മൾ മറ്റു പണിക്കാരെ വരെ അയക്കൂല. ഈ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് കൊണ്ടുപോകാറുണ്ട് ആളെ? പിന്നെ നമ്മള് ഇവളതായ പരിപാടികൾ കുറച്ചുണ്ട്, അതെടുക്കും. ഇങ്ങനെ മാറ്റി കൊടുക്കണോ അല്ലെ കല്ലൊക്കെ? അല്ല, അത് സംഭവം ആള് നടക്കും. പക്ഷെ ഇത് ഈ നഖത്തിന്റെ അടിയില് കുത്തുക, അങ്ങനത്തെ ഓരോ നഖം പൊട്ടിയിട്ട് പിന്നെ അത് മുറിവാവും, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ശരിക്കും ഇക്കാടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടില് മറ്റേ ഉപ്പ, അമ്മ, എന്റെ വൈഫ്, അനിയന്റെ വൈഫ്, പിന്നെ എന്റെ മോൻ. പിന്നെ ആ പ്രായം കുട്ടികളില് മോനോട് മാത്രമേ കമ്പനിയുള്ളൂ. കല്യാണം കഴിക്കുമ്പോ ലവ് മാരേജ് ആണ്, അറേഞ്ച് മാരേജ് ആണ്? ലവ് മാരേജ് ആണ്. അപ്പൊ ഓൾറെഡി ആളുടെ പറഞ്ഞോ ആനപ്രേമത്തിനെ പറ്റി? അല്ല, അതായത് അതിന് മുമ്പേ സംഭവം എന്റെ അടുത്തുണ്ട്. ഇതല്ല, നമ്മളെ കൊമ്പനാനാണ് നമ്മുടെ അടുത്ത് ആദ്യം. അപ്പൊ പിന്നെ മൃഗങ്ങളൊക്കെ ആദ്യം ഉണ്ട്. അപ്പൊ ഞാനിതിന്റെ ഒരു ഭ്രാന്തനാണെന്ന് അറിയാക്ക്. പക്ഷെ കാവേരിന്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട്. കാരണം എന്താ വെച്ചാല് എല്ലാരേക്കാളും എനിക്ക് കൂടുതൽ കാവേരിയോടാണ് ഇഷ്ടം, താല്പര്യം എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ. പിന്നെ എന്താ വെച്ചാല് നമുക്ക്
ഇപ്പൊ വീട്ടുകാരൊക്കെ ഫാമിലിയോ എല്ലാരും ടൂർ പോകുമ്പോ ഞാനൊരു ദിവസം നിക്കുള്ളൂ. അത് കഴിഞ്ഞ് ആന്റെ അടുത്ത് കൂടി വരും. നിക്കാൻ പറ്റൂല. അപ്പൊ അതിന്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും ഇല്ലാതെക്കൂലല്ലോ. എനിക്ക് തോന്നുന്നു അവരൊക്കെ കൂടുതൽ പൊസസീവ്നെസ് കാവേരിക്കാന്ന് തോന്നുന്നു അല്ലേ? കാവേരിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഇപ്പൊ നമ്മള് ഭക്ഷണമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആദ്യം വെക്ക് കൊടുക്കണം. അവിടെ മറ്റു മൃഗങ്ങൾക്ക് കൊടുത്താല് പിണങ്ങും. അപ്പോ പിന്നെ ആളെ കാര്യം എന്താ വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ വേറെ അവിടെ 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 എടുത്തോടൂല. വേറെ മറ്റുള്ള ആനകളെ പോലെ പിന്നാലെ നടക്കണം അതൊന്നും ഇല്ല. നമ്മളാൾക്ക് ബുദ്ധിമുട്ടില്ലാത്തും ചെയ്യരുത്, ആള് നമുക്ക് ബുദ്ധിമുട്ടില്ലാത്തും ചെയ്യരുത്. ഈ ആനയെ വളർത്തുക, കുതിരയെ വളർത്തുക എന്നതൊന്നും നിസ്സാര കാര്യമില്ല. എക്സ്പെൻസ് ബേസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഞാനൊരു കമന്റ് കണ്ടത്, ഒരു തമ്പ് കണ്ടാണ് ഒരു ഇന്റർവ്യൂവിന്, കോടീശ്വരനായ ആനപ്പാപ്പാൻ. ശരിക്കും കോടീശ്വരനായിട്ടുള്ള ആനപ്പാപ്പാനാണോ? കമന്റ് വരാൻ കാരണം എന്താ വെച്ചാല് ഇവളെ കൂടെ ഞാൻ കാരവലിലാണ് പോവല്. അതായത് നമ്മളിപ്പോ അമ്പലത്തിലും ഇതിലൊക്കെ പരിപാടി എടുക്കുമ്പോ നമുക്ക് മറ്റേ ആനക്കാർ നിൽക്കുന്ന മാതിരി തൊടുലും പറമ്പിലും നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ അതിന് വേണ്ടി ഒരു കാരവൻ എടുത്തു. അതിന്റെ ശേഷം വന്നൊരു കുറച്ചധികം ആൾക്കാർ പുറത്തു പോകുമ്പോൾ ആളുടെ സെൽഫി എടുക്കാനൊക്കെ അത് ഞാൻ പറഞ്ഞില്ല, കുറച്ച് ആള് കൂടെ മെയിൻ ആയിട്ട് ഇവിടെ നിന്നല്ല, അതായത് തൃശ്ശൂർ എറണാകുളം ഏരിയക്ക് പോയി കഴിഞ്ഞാല് നല്ല തൃശ്ശൂര് എറണാകുളം ഏരിയക്ക് പോയി കഴിഞ്ഞാല് ആളെ വിടൂല ആൾക്കാർ, വഴിയിലൊക്കെ തടുത്തു നിർത്തും ഫോട്ടോ എടുക്കാൻ. ഇടയ്ക്ക് നമ്മള് ഇടുക്കിയിലൊക്കെ ആണെങ്കിൽ ആനക്കൊമ്പൻ, ചക്കക്കൊമ്പൻ എന്ന് പറഞ്ഞിട്ട് കുറെ ആനകളുടെ കാര്യങ്ങൾ ന്യൂസിലൊക്കെ വരും. അവര് പക്ഷെ പൊതുവെ വയലന്റ് ആയിട്ടുള്ള ഒരു നേച്ചറാണ് കാണിച്ചിട്ടുണ്ടായത്. അപ്പൊ ആനകളുടെ ഒരു രീതി അറിയാവുന്നതുകൊണ്ട് തന്നെ എന്തുകൊണ്ടായിരിക്കും ആ ആനകൾ അങ്ങനെ ഒരു അല്ല അതിപ്പോ ഞാൻ പറഞ്ഞില്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ 5 വയസ്സായ കുട്ടികളെ ബുദ്ധിയുള്ളൂ. ഇപ്പൊ ഇവരായാലും പറയാത്തവർ വന്നാ ഇപ്പൊ ഓടിക്കും. കാരണം എന്താ വെച്ചാല് അവരോടുള്ള ദേഷ്യം കൊണ്ടല്ല, ഇവരെ സ്വയം രക്ഷക്കാണ്. കാരണം ഇവരെ ഉപദ്രവിക്കോ എന്നൊക്കെ ഉള്ള ഒരു തോന്നല് കൊണ്ടാണ്. ഈ ആനകൾക്ക് ഭയങ്കര വൈരാഗ്യ ബുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ശരിക്കും ഉള്ളതാണ്? അതായത് ഇപ്പൊ ഇവളെ കഥ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് കുതിരനെ നോക്കേണ്ട പയ്യനെ അടുപ്പിക്കൂല. അതെന്താ കാരണം എന്ന് വെച്ചാല് മറ്റേ ഇവളൊരു പ്രാവശ്യം ഉമ്മ ചക്ക കൊടുത്ത് കിണറിൽ വെച്ചു. അപ്പൊ ആ ചക്ക ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്ന് ഈ 2 ആനയും കൂടി നിന്നപ്പോ ഇവർക്കൊരു മാനേജർ ഉണ്ട്, അവൻ എന്ത് ചെയ്തു, കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഏത് അതായത് ചക്കന്റെ ബാക്ക് ഭാഗമായപ്പോ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു. അപ്പൊ തന്നെ ആന നികത്തി. അപ്പൊ ഞാൻ പറഞ്ഞോടാ ആനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു, ഈ ഇപ്പം അതിന് നല്ലത് എടുത്ത് കൊടുക്കാൻ വേണ്ടിട്ട് കൈയിട്ടതാണ്. ആ കൈയിട്ടതോട് കൂടി ആന അവനെ വാരി. ആ വാരിയതോട് കൂടി എന്ത് ചെയ്തു, നമ്മളെ ഈ കുതിരനെ നോക്കേണ്ട പയ്യനെ എന്ത് ചെയ്തു, അവനെ പിടിച്ച് രക്ഷപ്പെടുത്തി. ആ രക്ഷപ്പെടുത്തിയ വൈരാഗ്യത്തിൽ ഇപ്പോഴും ആ പയ്യനെ കണ്ട് ഓടിക്കും. മറ്റേ ആൾക്ക് എന്തെങ്കിലും പറ്റോ? ഇല്ല ഇവൻ അപ്പൊ തന്നെ പിടിച്ചു വലിച്ചു ഇങ്ങോട്ട്. അപ്പൊ ഇപ്പൊ ഒരു 3 വർഷത്തിന് മേലായി അത്. നല്ല പോവാൻ അല്ലേ, 3 വർഷത്തിന് മേലായി അത്. അപ്പൊ ഇപ്പോഴും ആള് അത് മറന്നിട്ടില്ല. ആനകൾ മറക്കൂല, അത് നമുക്ക് അനുഭവം ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടെ നമ്മളെ ലോറിന്റെ ഡ്രൈവർ ഉണ്ട്, അവനെ വരായിക്കില്ല. കാരണം വെച്ചാൽ ഇവളെ വിചാരം കുട്ടികളൊക്കെ സ്കൂൾക്ക് പറഞ്ഞേക്കുന്ന മാതിരി അവനാണ് ഈ കൊണ്ടുപോകുന്നത്. അതെ വണ്ടി പിന്നെ പരിപാടിക്ക് പോകല്ലേ, അപ്പൊ കുറച്ച് മുഷിയല്ലോ, മടുപ്പാണല്ലോ. ഇവിടെ പറഞ്ഞാൽ വേറെ ഒന്നുണ്ട്, ഇവിടെ നടന്ന് തിന്നുക, അവളെ ഇഷ്ടത്തിന് നടക്കല്ലേ, ആരും പിന്നാലെ കൂടാല്ലോ. അവിടെ അവിടുന്ന് ചെങ്ങലിടല് നല്ല പോടാണ് കുട്ടി. പിന്നെ ആൾക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞു. മാങ്ങ ചക്ക ആ സീസൺ ആയി കഴിഞ്ഞാൽ ഇപ്പൊ ഈ അതാണ് ഇവിടെ ഒക്കെ ഇങ്ങനെ തപ്പുണ്ടത്. കാരണം ഇവിടെ അതൊക്കെ സ്ഥിരമുള്ള കോട്ടയാണ് മാങ്ങന്റെ സ്ഥലമാണ്. അതെ. അപ്പൊ ഞാൻ അവരുടെ ഒരു വീഡിയോ കണ്ടത്, മോന്റെ സൈക്കിള് പുറത്ത് കിടക്കായിരുന്നു, അത് ആള് തന്നെ കൊണ്ട് അതാളോട് എന്ത് പറഞ്ഞാൽ അത് നല്ല കുട്ടികൾ കളിക്കുമ്പോ അപ്പൊ മോനപ്പം ഫുട്ബോൾ കളിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ ആള് ഒക്കെ ചെയ്യും. ഒരാള് പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട. ആളിപ്പോ എന്താ വെച്ചാലേ ആ ചോക്കോബാറും പൈനാപ്പിളും ഉള്ള തിരക്കാണ് അവിടെ എത്താനായിട്ടുള്ള. അപ്പൊ അതിനുള്ള അതാണ് ഇപ്പൊ ഇനിയിപ്പോ സ്പീഡ് കൂടും. കടത്തില്ലേ, ഇതാണ് കട. ഇവിടെ കടക്കാനൊക്കെ ഭയങ്കര വരുമ്പോഴേ എല്ലാ സാധനം അത് ഇവിടെ കോട്ട അവർക്ക് അറിയാലോ. അപ്പൊ അതാണ് ഇനി സ്പീഡ് കൂടും. നല്ല പോടാൻ കുട്ടി അനക്കുള്ളതല്ലേ അല്ലേ? എത്ര എണ്ണം കഴിക്കും? ഇല്ല, ഒരു പൈനാപ്പിള് ചോക്കോബാർ.
ചോക്കോബാർ കിട്ടിയില്ല. അല്ല അത് ഇനി പോകുമ്പോ വഴിയിൽ നിന്ന് ചെക്കൻ കൊണ്ടുവരും. തിരിച്ചു വരും. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ആണ് ചോക്കോബാർ. ഈ പൈനാപ്പിൾ ഒക്കെ തിന്നുന്ന എനിക്ക് അത്ര അറിവുള്ള കാര്യമല്ല. ഈ പൈനാപ്പിൾ ഒക്കെ കഴിക്കുന്നോ? സാധാരണ ആനകൾ കഴിക്കുന്നതാണോ? എന്റെ കറി വെച്ച് പനമ്പട്ടയും തെങ്ങോലൊക്കെയാണ് കഴിക്കുന്നത്. അല്ല അത് മധുരമുള്ള നമ്മള് മനുഷ്യന്മാർ കഴിക്കണ എന്ത് കഴിക്കും. മധുരമുള്ള സാധനത്തിനോട് കുറച്ച് പ്രിയം കൂടുതലാണ്. എത്ര വയസ്സുണ്ട്? ഒരു 10-30 വയസ്സിന് മേലുണ്ടാവും. 30 വയസ്സ് മേലുണ്ട്. എത്ര വയസ്സ് വരെ ആയിരിക്കും ഒരു ആനയുടെ? മനുഷ്യായുസാണ്. മനുഷ്യായുസാണ്. നമ്മൾ പരിപാലിക്കുന്നത് പോലെയാണ്. വീട്ടുകാര് ചോദിക്കാറുണ്ടോ ഇതൊക്കെ നിർത്തിട്ട് വേറെ പണിക്ക് പോക്കൂടെ എന്ന് പറയാറുണ്ടോ? അല്ല ഇനി നമുക്ക് എന്താ വെച്ചാൽ നമ്മളെ ഫാമിലി ബിസിനസ് ആണ്. അപ്പൊ ഞാനൊരു 7 മണിക്ക് ശേഷം ഓഫീസിൽ പോവുള്ളൂ. അപ്പൊ നമ്മളെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഞാൻ ചെയ്യേണ്ടതായ കാര്യങ്ങൾ. വാ ആനക്കുട്ടിന്ന് വേണ്ടേ? എന്നാ പറിച്ചോ. നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? അത് ഇതേമാതിരി തന്നെ നമ്മൾ ചോദിച്ചാലൊക്കെ കാര്യങ്ങൾ പറയും. ഈ തിരിച്ചു പറയുന്നത് എങ്ങനെയാണ്? അങ്ങനെ ഓരോരോ സൗണ്ട് ഉണ്ടാക്കും. ഓരോന്നിനും ഓരോരോ ശബ്ദാണ്. പറിച്ച് കഴിച്ചടാനൂട്ടിയെ. ഈ പനമ്പട്ട ഈ പ്രദേശത്ത് കാവേരിക്കുള്ളത് ഫുള്ള് കിട്ടാറുണ്ടോ? അത് പുറത്ത് നമുക്ക് ഇവിടെ പ്രത്യേകം എന്താ വെച്ചാൽ ഇവിടെ നമ്മളെ അടുത്തല്ലേ ഉള്ളു ആന. വേറെ ആനകളില്ലല്ലോ. അപ്പോ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ തൃശ്ശൂർ ആ ഏരിയയിലുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ നിന്ന് പട്ട കിട്ടാൻ വലിയ കുറെ ആനകളുള്ള. പിന്നെ ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് നമ്മള് രാത്രി അതുപോലെ രാവിലെ ഒരു കുറഞ്ഞ നേരം അത്രേ ഉള്ളൂ. അല്ലാത്ത ടൈമിലൊക്കെ ഇതന്നെയാണ്. പ്ലാവിന്റെ ഇല അത് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ഈ വൈകുന്നേരം 3 മണിക്ക് ശേഷം നടക്കാൻ വരും. നടക്കാൻ വന്നാൽ നേരെ ഇതുപോലെ എന്തായി മറ്റേ കുറച്ചു നേരം ചിലപ്പോ 1 മണിക്കൂറൊക്കെ മേയും. അപ്പൊ തന്നെ അത്യാവശ്യം വയറ് നിറക്കും. പിന്നെ അത് കഴിഞ്ഞാല് പിന്നെ ചോറ്, പിന്നെ പട്ട, പ്ലാവിന്റെ ഇല അങ്ങനെയൊക്കെ ആയിട്ടാണ് തന്നെ പോവല്. മെയിൻ്റെനൻസ് ഭയങ്കര കോസ്റ്റ്ലി ആണ് അല്ലേ? അല്ല അത് ഞാൻ പറഞ്ഞില്ലേ, ഞാന് അത് ഇന്റത് ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ. അവിടെ ഈ ഒരു ആന മാത്രല്ല, അത്രയും ആളുകൾ 40 ഐറ്റംസ് ഉണ്ട്. 40 മുകളിൽ ഉണ്ടാവും. കുതിരകള് 5 എണ്ണം, കുതിര 7 എണ്ണം, പിന്നെ പശു, ആട് 12 ഡോഗ്സ് ഉണ്ട്. 3 ആളെ നമ്മള് കണ്ടിട്ടുള്ളൂ. പിന്നെ മേലാണ് എരുമ, പോത്ത്, മറ്റേ ആടുകളുണ്ട്, പിന്നെ ആനയുണ്ട്, പിന്നെ വേറൊരു കോഴി, ടർക്കി കോഴി, കോഴി, പ്രാവ്, താറാവ്, അത് ഐറ്റംസ് ഒക്കെ ആയിട്ട്. ഇതെങ്ങനെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ പോകുന്നതാണോ അതോ സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട്? വാപ്പാക്ക് ഇതിന് താല്പര്യം ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വാപ്പാക്ക് അതിനുള്ള ടൈം കിട്ടിയിട്ടില്ല. കാരണം വെച്ചാൽ മൂപ്പരായിട്ട് ഒറ്റക്ക് ഉണ്ടാക്കി എടുത്ത തന്നെയാണ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ. അപ്പോ മൂപ്പർക്ക് അന്ന് അതിനുള്ള ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് ഫുള്ളായിട്ട് സപ്പോർട്ട് തരൂല. കാരണം അപ്പൊ നമ്മൾ ഒന്നും കൂടി ഓവറാവുമല്ലോ. ഇപ്പൊ തന്നെ ഓവറാണ്. അപ്പോ അവർക്ക് താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞത് ഇത് നാട്ടുകാരും വീട്ടുകാരും സപ്പോർട്ട് ഇല്ലാതെ കൊണ്ടുവരാൻ പറ്റൂല. തീർച്ചയായിട്ടും. കാരണം ഇപ്പോ ചില ടൈമിൽ ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. കാരണം ഇവളും ഉണ്ടാക്കിയിട്ടുണ്ട്. മുമ്പത്തെ കൊമ്പനാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കൊമ്പനാനക്ക് എന്താ സംഭവിച്ചേ? അല്ല കൊമ്പനാന നമ്മളെ അന്നൊരു പാർട്ണറും ഞാനും കൂടിയാണ് വാങ്ങിയിരുന്നത്. മൂപ്പര് എടുത്തിട്ടുണ്ട് ഇപ്പൊ. ഞാൻ പിന്നെ ഫുള്ളായിട്ട് തിന്നായിട്ട് ഞാൻ തന്നെ ആയല്ലോ നടക്കലും കാര്യങ്ങളൊക്കെ ആയപ്പോ. അപ്പൊ പിന്നെ അങ്ങനെ മൂപ്പര് അങ്ങനെ ഒരു താല്പര്യം ഇതായപ്പോ അങ്ങനെ കൊണ്ടുപോയതാണ് അല്ലേ? മകനിപ്പോ വലുതായല്ലേ? മകന് 4 വയസ്സ്. മകന്റെ അടുത്ത് എങ്ങനെയാ കമ്പനിയാണ്? മകന് പിന്നെ അറിയാം. മകനെ ചെറുപ്പം തൊട്ടേ കാണല്ലേ. ആ പ്രായം കുട്ടികളോട് അവനോട് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കുട്ടികൾ വന്നാൽ നമ്മൾ നല്ല ശ്രദ്ധിക്കണം. അടുപ്പിക്കില്ല. ചിലപ്പോ നടയിട്ട് അടിക്കുകയൊക്കെ ചെയ്യും. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചെയ്യാനാ. കാരണം വെച്ചാല് ഒന്നാമത് എന്താ വെച്ചാൽ ആ പ്രായം കുട്ടികള് ചിലപ്പോ ഈ ബിസ്ക്കറ്റും പയൊക്കെ ആയിട്ട് വന്നിട്ട് കൊടുക്കണ മാതിരി കൊടുത്ത് വലിക്കും. അത് പറ്റിക്കല്ല, ഇവര് പേടിച്ച് വലിക്കണം. പക്ഷെ ഇവളെ വിചാരം എന്താണ്? ഇവളെ പറ്റിക്കണം. അപ്പൊ ആ പ്രായം കുറച്ച് കുട്ടികൾ അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് ഇപ്പൊ അങ്ങനത്തെ ആ പ്രായം കുട്ടികളോട് താല്പര്യമില്ല. പൊതുവെ ആരോടും ഞാൻ പറഞ്ഞില്ല, പുറമേക്കാരോട്. സാധാരണ മറ്റുള്ള ആനകൾക്ക് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഡെയിലി ഫുഡ് കൊടുക്കേണ്ട ആളോട് ഒരു പ്രത്യേക പരിഗണന. ഇതിനിപ്പോ അതൊന്നുമില്ല. വന്ന കാലത്ത് മറ്റേ ശരീരം മോശമായ കാലത്ത് എല്ലാവരുമായിട്ടൊക്കെ കമ്പനിയാണ്. ഇപ്പൊ പിന്നെ ഒരു ഗൗരവ മൈൻഡാണ്. ആരോടും അങ്ങോട്ടും ഇല്ല, ഇങ്ങോട്ടാരും വരും വേണ്ട. അങ്ങനത്തെ ഒരു രീതിയാണ്. ഇവന് കൈകാര്യം ചെയ്യാം, അറിയിലൊക്കെ കൈകാര്യം ചെയ്യാം. മറ്റേ ഞങ്ങളോട് രണ്ടാളോട് അല്ലാതെ വീട്ടുകാരെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇവളെന്താ വെച്ചാല് ഒരു പ്രാവശ്യം എന്റെ പെങ്ങളെ തട്ടിട്ടു.
ഓ അപ്പോ അതിന്റെ ശേഷം വീട്ടുകാർ വല്ലാതെ അടുപ്പിക്കില്ല. ആ സ്ഥാനത്ത് നമ്മളെ കൊമ്പനാന്റെ അടുത്ത് എല്ലാരും നല്ല ഞാൻ ഇല്ലെങ്കിലും ചെല്ലും. ഇവള് പിന്നെ ഇപ്പൊ ഞാൻ ഉണ്ടെങ്കിലും എല്ലാരും അടുത്തേക്ക് വരുന്നു. അതെന്താ സംഭവം? അത് സംഭവം എന്താ വെച്ചാല് പെങ്ങളെ കെട്ടിച്ച് വീട്ടിലല്ല എപ്പോഴും ഉണ്ടാവില്ല. അപ്പൊ ഇവള് വന്ന കാലത്തൊന്നും പെങ്ങളെ കാണുന്നില്ല. കാരണം ഇവള് കുട്ടികൾക്ക് സ്കൂളിൽ എപ്പോഴേലും വന്ന് പോകും. അപ്പോ ഒരു ദിവസം ഉമ്മയും വാപ്പിയാണ് ബിസ്ക്കറ്റ് കൊടുക്കുക. അപ്പൊ ഒരു ദിവസം ഇവള് അവിടെ വീട്ടിലുണ്ട്. അപ്പൊ ഇവള് ആ ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് ആനക്ക് കൊടുത്തും ചെയ്തു. മുഖത്ത് ഉയിഞ്ഞാണ്ട് അവർ കഴിഞ്ഞു പോയിക്കോന്ന് പറഞ്ഞു. അപ്പൊ ആന ചോദിച്ചത് ഇജാര എന്നോട് പറയാനേ, ആനക്കറിയില്ലല്ലോ ഈ വീട്ടുകാരാണ്. അത്രേ ഉള്ളൂ, ആള് നീക്കിയിട്ടു. അപ്പൊ അത്ര ചെയ്തുള്ളൂ. പക്ഷെ അതിന്റെ ശേഷം അവർക്ക് പേടിയാണ്. ഇല്ല, അങ്ങനത്തെ ഇതിലും ചെയ്തിട്ടില്ല. ആന അങ്ങോട്ട് മാറി നിൽക്കുന്നുള്ള രീതിക്ക് തട്ടിവിടില്ല, അത്ര ചെയ്തു. ആന ഇജ പറയണ്ടാതെ അവര് പറയട്ടെ എന്നുള്ള ഒരു രീതിക്ക് ചെയ്തതാണ്. ഇവര് ഇങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഭയങ്കര വാശിക്ക് ഭയങ്കര വാശി. ആന എന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാല് കിട്ടണം. അത് മാത്രല്ല അടിച്ചിട്ടും കുത്തിയിട്ടൊന്നും അപ്പം നടക്കൂല. ആള് ഇങ്ങനെ എന്തെങ്കിലും താല്പര്യം. പിന്നെ നമ്മളെന്താ വെച്ചാല് ഞാനും തന്നെ എന്താ ചെയ്യല് വെച്ചാല് അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഞാനും ചെയ്യലില്ല, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം 36 ചെയ്യലില്ല. പിന്നെ ഇപ്പൊ നിങ്ങള് കണ്ടില്ല, ഇപ്പൊ മറ്റുള്ള ആനകളൊക്കെ കയറിപ്പോ ചട്ടടിച്ചിട്ടാണ് കൊണ്ടെടുക്കുക. ഇതൊന്നുമില്ല. ഇത് ഞങ്ങൾ രണ്ടാളാണ് നടക്കാറും. ഞാൻ നിന്ന് ആന നിൽക്കും, ഞാൻ പോണി എന്റെ കൂടെ പോരും. അല്ലാതെ ഞങ്ങൾ കൂടുതൽ ഇതിനകത്ത് താല്പര്യമില്ല. പിന്നെ ഈ ചട്ടഭാഷല്ല ഇപ്പൊ ഫുള്ള് ആനക്ക് ഇവിടെ മലപ്പുറം ഭാഷയായി. മലപ്പുറം സ്ലാങ്ങിൽ ഇപ്പൊ അങ്ങനെ ആയി. അങ്ങനെ ആയിത്തീർന്നു. ആളെ എവിടുന്നാ കൊണ്ടുവന്നത്? കോട്ടയത്ത് വന്നൊരു മാസമൊക്കെ ആനക്കും കൺഫ്യൂഷൻ. എനിക്ക് കാരണം ഇങ്ങോട്ട് പറയുമ്പോ ആന അങ്ങോട്ട് ആനക്ക് ഒരു ഐഡിയ ഇല്ല. പിന്നെ ഒരു 6 മാസം കൊണ്ട് ആള് ഫുള്ള് പഠിച്ചു. അതായത് ഞാൻ ആന മനസ്സിലാക്കുമ്പോ ആന നമ്മളെ മനസ്സിലാക്കി. അങ്ങനെ വൈഫിനെ പറ്റി നമ്മൾ സംസാരിച്ചു വന്നപ്പോ വൈഫിന് പ്രണയിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ സമയത്ത് ഈ ആനയെ പറ്റി പറയുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സംസാരം വരുമ്പോ അന്ന് കൂടുതലായിട്ട് ഞാൻ ഓഫ് റോഡ് വണ്ടി മേഖലയിലാണ് കൂടുതലായിട്ടുണ്ടായി. ഇവള് വന്നതിന്റെ ശേഷമാണ് ഞാന് വീട്ടില് ഒതുങ്ങൽ തുടങ്ങി. അപ്പോ ഇപ്പൊ വൈഫ് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ വീട്ടിലുണ്ട്, പക്ഷെ ആളെ കാണൂല. അങ്ങനെ അന്ന് പറഞ്ഞ പക്ഷെ അങ്ങനല്ലേ, അന്ന് എല്ലാ ഓഫ് റോഡിലും കാര്യങ്ങളും മലയും കുന്നും കയറി നടക്കുന്ന ഒരു കാര്യം. അങ്ങനെ ഒരു വേറൊരു ഇഷ്ടം കൂടി ഉണ്ടല്ലേ, ഓഫ് റോഡ് റൈഡ് എന്നൊക്കെ. അതിനോടുള്ള ഇഷ്ടം ഇപ്പൊ എങ്ങനെ പോകുന്നു? ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇവള് വന്നതിന് ശേഷം പകുതിയിലേറെ പോവാൻ പറ്റാതായി. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഒരു മാസത്തിൽ ഒന്നൊക്കെ പണ്ട് എല്ലാ സൺഡേ സാറ്റർഡേ സൺഡേ ഓഫ് റോഡ് പോയിട്ടുണ്ട്. അത് ഇവിടെ ഉള്ളടത്ത് പോകും. പിന്നെ ഞങ്ങൾ അട്ടപ്പാടി അതുവഴി കരുവാരക്കുണ്ട് എവിടെ ട്രാക്കുകൾ അങ്ങനെ മല കയറാനും പോകും. അപ്പൊ ഇപ്പൊ ഇവള് വന്നതിന് ശേഷം പല കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടി വന്നു. അതെപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അത് ഞാൻ പറഞ്ഞില്ല, അത് ഇഷ്ടം കൊണ്ടല്ലേ. അല്ലാതെ മറ്റേ നമ്മളോടേക്ക് പോകേണ്ട അസൂയൊന്നല്ലല്ലോ. ആക്ക് നമ്മള് വേണമെന്നുള്ളൊരു നല്ല കാര്യല്ലേ. അതെ. അപ്പോ ഈ പറഞ്ഞ മാതിരി നമ്മളില്ലാതെ കഴിയൂല എന്നുള്ളൊരു രീതിയാണ് എനിക്ക്. ഒന്നാമത് ഇതാണ്, ഈ മേയാൻ വിടണേ ഞാൻ വേണം. ഇഷ്ടത്തിന് കൊണ്ടെടുക്കണേ. അപ്പൊ ഓക്കോളെ ഇഷ്ടത്തിന് നടക്കണെങ്കിൽ ഞാൻ വേണം. അപ്പൊ ഞാൻ ഇല്ലാഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അതാണ്. ആദ്യമൊക്കെ വെള്ളം കൂടിയും ഇതൊക്കെ ആയിരുന്നു ഇല്ലാതിരുന്നില്ല. ഇപ്പൊ സീന് മാറി. ഇപ്പൊ വില പേടിപ്പിക്കുക, ചെങ്ങല പൊട്ടിച്ചാൽ നോക്കുക, അങ്ങനത്തെ. ആദ്യം നമ്മളെ കാണാൻ ഞാൻ വെള്ളം കുടിക്കാതൊക്കെ. അപ്പൊ ഇപ്പൊ ഇതാണ്, ഇപ്പൊ അഭ്യാസ ആന ആയി. വളരെ കുറവേ. 30 വയസ്സ് അല്ല, അതല്ല, അന്ന് ക്ഷീണന് ഞാൻ എടുക്കേണ്ട കാലത്ത് നല്ല ക്ഷീണന്. ആനനെ ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോ അതിന്റെ ഒരു ഇതെങ്ങനെ? ഇപ്പൊ ആന കൈമാറാനും വാങ്ങാനും വെക്കാനൊന്നും പാടില്ല. അപ്പോ ഇപ്പൊ പുതിയ ഒരാൾക്ക് വാങ്ങാനും വെക്കാനൊന്നും പാടില്ല. പിന്നെ ഇത് ഫോറസ്റ്റ് ആണ്, പോലീസല്ല, ഫോറസ്റ്റുകാരാണ് ഇതിന്റെ നിയമവും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇന്ന സ്ഥലത്ത് നിന്ന് ഇതിപ്പോ നമ്മള് എവിടേക്ക് പോകണമെങ്കിലും ഇപ്പൊ ഒരു ജില്ല മാറി കയറാം, അപ്പൊ ഫിറ്റ്നസും ഡോക്ടർ സർട്ടിഫിക്കറ്റ് എടുക്കണം, ഒക്കെ വണ്ടിക്ക് ഫിറ്റ്നസ് വേണം, പിന്നെ ലോറിക്ക് ഫിറ്റ്നസ് വേണം. അങ്ങനെയൊക്കെ പിന്നെ അവളെ ചെയിനും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ വെക്കല, അതിന് എടുക്കലില്ല, അതിന്റെ ആവശ്യം വരില്ല. പിന്നെ ആൾക്ക് ഇപ്പൊ എന്താ ഇങ്ങനെ നടന്ന് ശീലിച്ചിട്ട് ഈ ചെങ്ങല ഇടുമ്പോഴാണ് ആൾക്ക് ടെൻഷൻ, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു മനുഷ്യരെ പോലെ തന്നെ അവർക്കും ട്രോമ ഉണ്ടാവും. ചെറുതിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോ ഉണ്ടായിരുന്നതായിരിക്കും. ഈ അമ്പലത്തിലൊക്കെ കൊണ്ടുപോകുമ്പോ എന്താ അവസ്ഥ? അല്ല, അമ്പലത്തിൽ കൊണ്ടുപോകുമ്പോ ഇപ്പത്തെ ഈ കളി ഉണ്ടല്ലോ, ഈ ചാട്ടം കളിയാക്കി നിൽക്കും. അപ്പൊ ആളൊന്ന് സ്റ്റാൻഡേർഡ് ആവും, ഗൗരവം. നെറ്റിപ്പട്ടൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പക്ക സിറ്റുവേഷൻ. പിന്നെ ആള് ഇപ്പൊ രസം എന്താ വെച്ചാൽ ഇപ്പൊ ചിലപ്പോ ഞങ്ങളോട് വീട്ടിൽ നിന്നൊക്കെ ചോദിക്കും, നിങ്ങളെ ഞാൻ ചിലപ്പോ ഒന്ന് നമ്മളോടൊക്കെ ചെറിയ ഇപ്പൊ മുഷിപ്പൊക്കെ കാട്ടും. ഇത് മറ്റേ ഇവനോടും ഇന്നോടൊക്കെ ചിലപ്പോ ചെറിയ പണക്കൊക്കെ കാട്ടും.
അവിടെ എത്തി പുറത്തെത്തി പിന്നെ ഞങ്ങൾ വേണം. ഏത് പുറത്തെത്തി പിന്നെ ഞങ്ങളേ ഉള്ളൂ. അപ്പൊ പിന്നെ ഞങ്ങളെ കൂടെ പോരുള്ളൂ, നമുക്ക് മാറിക്കാനും പറ്റും. ഇവിടെ ഒരു വീട്ടിൽ ഓള് ചിലപ്പോ ഇതിന്റെ വീടാണെന്നുള്ളൊരു അഹങ്കാരമൊക്കെ കാണും. പിന്നെ പുറത്തെത്തി ഞാൻ പറഞ്ഞില്ല, ഞങ്ങളിപ്പോ ഇത്ര കാലം പരിപാടി എടുത്തിട്ട് മറ്റേ പട്ടാമ്പിനേർച്ചയ്ക്ക് കുറച്ച് പ്രശ്നം ഉണ്ടാക്കി. അതും ഇവിടെ കാരണമല്ല, ഒരു ടീം ഒന്ന് വാലിന് പിടിച്ചു, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി എന്നല്ലാതെ വേറെ ഇപ്പൊ ഞങ്ങള് പരിപാടി എടുത്തിട്ട് ഞങ്ങളെ കൂടെ നിന്ന് 2 ആന ഓടിയിട്ടു ആള് ഞങ്ങളോട് ചോദിച്ചു എന്താ ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടാളും അവിടെ നിന്ന് ഞങ്ങളൊപ്പം നിന്ന് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഈ ആനവാൽ മുറിക്കാൻ വരുന്ന പിള്ളേരുടെ ശല്യമൊക്കെ ഉണ്ടോ? അല്ല, ഞാനതിന് ഇതിന്റെ അടുത്തേക്ക് വല്ലാതെ വരില്ല, ഞാൻ കൊടുക്കൂലെന്ന് എല്ലാവർക്കും അറിയാം. നമ്മള് ഞങ്ങൾ അങ്ങനെ കൊണ്ട് നടക്കേണ്ട മുതലാണ് കാവേരിനെ അരണ്ടോലാണല്ലോ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മളെ അടുത്തേക്ക് അങ്ങനെ വരില്ല, ചോദിച്ചു വരില്ലൊന്നുമില്ല. അല്ല അങ്ങനെ ഒരു ഇതുണ്ടല്ലോ പൊതുവെ ആനവാൽ മോതിരം അല്ല സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്, പലരും പറഞ്ഞ കേട്ടിട്ടുണ്ട്. പിന്നെ ഈ പുറമുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കും, ഇത് ഇങ്ങനെ കൊടുക്കുമെന്നൊക്കെ. ഞാൻ പറയും ഇല്ലാന്ന് പറയും. എനിക്കൊരാഗ്രഹം ഉണ്ട്, ഒന്ന് സാധിച്ചു തരോ? എനിക്ക് കാവേരിയുടെ മുകളിലൊന്ന് കയറണം. വേറെ ഒന്നും ചെയ്യില്ലല്ലോ, നമുക്ക് നോക്കാം. നമുക്ക് ഞാൻ അവിടെ എത്തിയിട്ടേ അവിടെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. വാ 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 പോ നേരം കുറേ ആയി, വേമ്പാ വാന്ന് വാ 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 വാ. കുറച്ച് കൈ കരുതിയിട്ടുണ്ട്. അതൊക്കെ ആ സ്റ്റോക്കൊക്കെ വെക്കും. ഞാൻ കൊടുത്ത പ്രശ്നമാവും. കൊടുത്തു ഭക്ഷണക്കാർക്കും കൊടുക്കാം. വലിക്കുന്നു വേണം, നല്ല കൊടുക്കാൻ. വണ്ടികളെ ഒന്ന് പരിചയപ്പെട്ടാലോ? എത്ര വണ്ടിയുണ്ട് മൊത്തത്തില്? 8-10 വണ്ടി ഉണ്ട് ഇവിടെ. ഇതൊക്കെ ഓഫ് റോഡ് പോകുന്നത്? ഇത് 3 ഓഫ് റോഡ് ആൾക്കാരാണ്. അതേതാണ്? ഇത് ജിപ്സി. ഈ വണ്ടി ആണ് ഇപ്രാവശ്യം ഫ്ലഡില് ഇത്രക്ക് വെള്ളത്തിൽ കൂടെ പോയി ഒരു വീഡിയോ കണ്ടിരുന്നോ? അതാണ് ഈ വണ്ടി. എന്നിട്ട് ശരിയാക്കി അല്ല, അത് ഇത് കേട്ടിട്ടൊന്നുമില്ല. അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി ഈ പൈപ്പ് മുങ്ങോളം വെള്ളത്തിൽ ഓടും. അതിന് അതും സ്നോർക്കിൾ എന്ന് പറയാം. ആ കോയിലതാ, അത് താവോളം വെള്ളത്തിലോടാം. കാവേരിനെ കൊണ്ട് പറഞ്ഞമാതിരി ഭയങ്കര ഫാൻസ് ഉള്ള ആളാണ്. ആണല്ലേ ഈ വണ്ടി? ഇതൊന്ന് സ്റ്റാർട്ടാക്കി നോക്കിയാൽ. സ്റ്റാർട്ടാക്കി എന്താ ഇത്? പിന്നെ ഓഫ് റോഡ് അങ്ങനെ പോകുമ്പോ മാത്രം എടുക്കലുള്ളൂ. കഴിഞ്ഞ അല്ല, അത് കഴിഞ്ഞ ഓഫ് റോഡിൽ പോയി വന്ന് നിർത്തിയതാണ്. അവിടുത്തെ ചളിയാണ്. ഇത് രണ്ടും വയനാട് പോയി വന്ന് കണ്ടേ. ആ വയനാട്ടില് പിന്നെ വാഷ് ചെയ്തിട്ടില്ല, നേരെ കൊടുന്ന് നിർത്തിയതാണ്. അപ്പൊ അല്ല, ഇത് നമ്മളെ വാപ്പാന്റെ ഫസ്റ്റ് കാറാണ് ഇത് മോന്റേതാണ്. കുട്ടി റൈഡർക്കുള്ള. ഞാൻ പറഞ്ഞില്ല, നീ മറ്റേ ഇതില് അത് പിന്നെ നമ്മള് ട്രാക്കിൽ ഇറങ്ങുന്ന വണ്ടിയാണ്. കോമ്പറ്റീഷൻ ഒക്കെ പോവാറുണ്ട്, റാലിക്ക് ഇറങ്ങുന്ന വണ്ടിയാണ്. എവിടെയാ മെയിൻ ആയിട്ടൊക്കെ? ഇപ്പൊ ലാസ്റ്റ് തൃശ്ശൂരാണ്. തൃശ്ശൂർ അല്ലേ? പിന്നെ അവളെ കാരവൻ ഷോറൂമിലാണ്. ആളെ നോക്കി നിക്കാന്ന് തോന്നുന്നു. മറ്റേ ഗേറ്റ് തുറന്ന സെക്യൂരിറ്റികൾ എത്തും. അവിടെ കുടിക്കും. കയറിക്കോളി. റെഡിയല്ലേ? എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ആനപ്പുറത്ത് കയറണമെന്നുള്ളത്. അതും കഴിഞ്ഞില്ലേ? അതും കഴിഞ്ഞു. നല്ല രസമുണ്ട് കേട്ടോ. അമ്പലത്തിൽ എഴുന്നള്ളത്തിനൊക്കെ കണ്ടിട്ടുള്ളൂ. ഇതെന്താ ഈ കാലിട ചെവിട്ട് ഇഷ്ടപ്പെടാത്ത? തട്ടും. എനിക്ക് കാല് ശരിക്കും നമ്മളിരിക്കുമ്പോ കാല് അവിടെ വെക്കുക. കച്ചക്കാരുണ്ടോ കാല് ഈ ചെവിന്റെ ഇവിടെ ഇങ്ങനെ? ഓക്കെ തോന്നുന്നു. ഇത് ഫാമായിട്ടാണ് കൊണ്ടുപോകുന്നത് അല്ലേ? അതിന് കോർപ്പറേഷൻ അനുമതിയുടെ കൂടി. അതായത് പൊല്യൂഷൻ അതായത് ഇവിടെ മറ്റേ സൗണ്ട് വേസ്റ്റ് ടാങ്ക് കാര്യങ്ങള്.
അപ്പൊ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് കാര്യങ്ങൾ എങ്ങനെയാണ്? അതായത് ഇവിടെ വേസ്റ്റ് മൂത്രം എറിന്റെ കാര്യങ്ങളൊക്കെ ടാങ്കാണ്. കുതിരകളുടെ വേറെ ടാങ്ക്, അതാണ് ഇവിടുത്തെ സ്മെല്ല് ചാത്ത്. പിന്നെ ഇവിടെ ടാങ്ക്, പിന്നെ ഈ പട്ട വേസ്റ്റ് ഉണ്ടാവുള്ളൂ. പട്ട വേസ്റ്റും ആനന്റെ പിണ്ട ഉണ്ടാവുള്ളൂ, അത് പറമ്പക്ക് കൊണ്ടുപോകും വളമായിട്ട് യൂസ് ചെയ്യും. അതിനിവിടെ ഇതാണ് തിരക്കാണ്. പക്ഷെ നമ്മൾ ഏത് പറമ്പിലാ ഞങ്ങൾ കൊണ്ടുപോയി തട്ടി കൊടുക്കും. പക്ഷെ അതിനിവിടെ തിരക്കാണ്. ഓരോ ടൈം ആകുമ്പോഴത്തേന് ഞങ്ങളെ പറമ്പ് ആൾക്ക് പോകാനുള്ള വണ്ടിയാണ് അതാ അവളെ വണ്ടിയാണ്. അത് ഈ പറഞ്ഞമാതിരി ഇവളെ കൊണ്ട് പറഞ്ഞാൽ തന്നെ വെറുതെ കിടക്കൽ തന്നെ പണി. എപ്പോഴേലും ഒരു പരിപാടിക്കല്ലേ പോവുള്ളൂ. സീസൺ ആയാലും ഞാൻ പറഞ്ഞില്ല, മറ്റുള്ള ആനകൾ ഒരു 50 എടുക്കണേ ഞാൻ ഒരു 10 എടുക്കുള്ളൂ. ഇനിയിപ്പം അടുത്ത റുട്ടീൻ എന്താണ്? ചോറ് കൊടുക്കുക, ചോറുണ്ടും വടക്ക് കൊടുക്ക. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒന്നും. പിന്നെ ഒരു 6:30 ആവുമ്പോ വെള്ളം കൊടുക്കും. എന്നിട്ട് പിന്നെ പട്ടിട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രാത്രി 10 മണിക്ക് വരും. ഞാൻ ഇവ ഒരു 7 മണിയാകുമ്പോ പോകുമ്പോ മറ്റേ പിന്നെ ഞാൻ രാത്രി 10 മണിക്ക് വന്നിട്ട് ഞാൻ വെള്ളം കൊടുക്കും, പട്ടത്ത് കൊടുക്കും. പിന്നെ രാവിലെ 5 മണിക്ക് പിന്നെ അടുത്ത പണികൾ കൊടുക്കും. ഇതെന്താണ് സംഭവം? അല്ല, അത് മൂപ്പരെ പ്രത്യേകം എന്താ വെച്ചാല് ക്യാമറ കണ്ട അവിടെ എത്തും. മറ്റേ ആനനെ മാത്രല്ല ഇനി ഷൂട്ട് ചെയ്യണം. ഞാനും ഇവിടുത്തെ ആളാണെന്നുള്ള രീതിയിൽ. അല്ല, ഓനാണ് ഇവിടുത്തെ മെയിൻ ഫസ്റ്റത്തെ ആള് ഓനാണ്. ആണല്ലേ? ഇവിടെ ബ്രൂണോ കണ്ടോ, പോസ് ചെയ്യുന്നുണ്ടോ? അല്ല, അത് ഞാൻ പറഞ്ഞ ക്യാമറ എടുക്കേണ്ട അടുത്ത ആളെത്തും, അതാണ് ബ്രൂണോ. മറ്റേ കാവലാണ് എല്ലാവർക്കും. പിന്നെ ഇവിടെ മറ്റുള്ള മാതിരിയല്ല, ഇവൻ ഡ്യൂട്ടിയിൽ കുറച്ച് കർശനാണ്. നിങ്ങൾ കണ്ടില്ലേ നേരത്തെ ആള് വന്നപ്പോ ആളാണ് ഇടപെട്ട്, ബാക്കിയുള്ളവര് മെയിൻ ആക്കണേ. പിന്നെ ഇനി ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ആള് പോയി. ആള് ഗേറ്റിങ് എത്തി. ഇനിയിപ്പോ നിങ്ങളെ ഗേറ്റിങ്ങത്തെ ആളെപ്പോ ഓടിക്കും. ഓടിക്കണ്ടോ? അത് നമ്മളെ ഒറ്റ ചെറിയൊരു ഇത് കൊടുത്താ മതി. ഒരു ക്ലൂ കൊടുത്താൽ ഓടിക്കുന്നു. ബ്രൂണോ വാ 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 ബ്രൂണോ. കുതിരകളെ കണ്ടാലോ? ഇത് ഓഫീസ് പോലാണോ? അല്ല, അതായത് ഇത് 2 ആനകൾ. അതായത് ഇവിടെ കൊമ്പനാനിയും ഇവള് ഇവിടെ ആയിരുന്നു ആ തറിയില്. അപ്പൊ അന്ന് 6 പാപ്പന്മാരുണ്ടായിരുന്നു. അപ്പൊ ഇത് പാപ്പന്മാർക്കും വേണ്ടി ഉണ്ടാക്കിയ വീടാണ്, താമസിക്കാനുള്ള. ഇപ്പൊ ഒരാള് മാത്രമേ ഉള്ളൂ. അല്ല, ഇവൻ ചെറുപ്പം തൊട്ടേ ഇവൻ ഇവിടെ അടുത്തുള്ള ആൾ തന്നെയാണ്. അല്ല, പണിക്കാര് വേറെ 3 ആളുണ്ട് അവിടെ മേലെ കണ്ടില്ലേ, അത് 2 ആളുണ്ട്. പിന്നെ കുതിരന്റെ വേറെ ആളുണ്ട്. അപ്പൊ ഇത് പേരെന്താ? ഇത് മജൂക്കി. ഇതൊക്കെ വെറൈറ്റി പേരുകളാണ്. ആള് ഈ 4 ആളെ തൊടണ്ട, കൈയെടുക്കും. ഇത് മജൂക്കി, ഇത് കബീർ, ഇത് വീര, ഇത് ഷേർഖാൻ, ഇത് ഷേർഖാൻ, ഇത് ഹീര. ഹീരാനെ തൊടാവോ? ഹീരനെയും ലൈലനെയും തൊടാം. ആ 2 ഫീമെയിലാണ്. അത് നല്ല ഇങ്ങനെ നേരെ. ഇത് ലൈല, അവളും നല്ല കമ്പനിയാണ്. ലൈല കൊള്ളാലോ. ഇവര് മത്സരത്തിന് കൊണ്ടുപോകാറുണ്ടോ? ആ മൂപ്പരാണ് റേസിങ്ങിന് പോകേണ്ട ആള്. ആള് പോയതൊക്കെ കപ്പടിച്ചിട്ടുണ്ട്. ഇപ്പൊ ദൈവം വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയ ഒരു 3 സ്ഥാനത്തിന്റെ ഉള്ളിൽ 4 സ്ഥാനത്തിന്റെ ഉള്ളിൽ കിട്ടും. രണ്ട് റേസിന് ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. കപ്പ് ആളെടുക്കലുണ്ട്. മത്സരത്തിന് പോയ കപ്പ് എന്തായാലും കൊണ്ടുപോകും. അത് ഇതുവരെ നമ്മളെ മോശമാക്കിയിട്ടില്ല. മക്കളെ വളർത്തുന്ന പോലാണ്. അല്ല, അതിന് ആളെ പ്രത്യേകം എന്താ വെച്ചാല് ആള് എന്നെ പുറത്ത് കയറ്റുള്ളൂ, വേറെ ആരും കേട്ടില്ല. പിന്നെ ഇപ്പൊ ഈ റേസിനൊക്കെ ഇറങ്ങുകയാണെങ്കിൽ മറ്റുള്ള കുതിരകളെ പോലെ വടി അടിയൊന്നും വേണ്ട. അല്ല, ഇന്റെ ഓരോ സീറ്റിംഗ് പറഞ്ഞനുസരിച്ച് സ്പീഡ് കൂടും കുതിര. പിന്നെ ചെറുപ്പം തൊട്ടേ 2.5 വയസ്സ് തൊട്ടേ ഞാനാണ് അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. വേറെ ഭക്ഷണം ഒക്കെ രാജസ്ഥാനിൽ ഞങ്ങൾ തന്നെ പോയി, ഞാൻ തന്നെ അവിടെ പോയി തെരഞ്ഞ് വാങ്ങിയതാണ്. ഒരു കാര്യം ചോദിച്ചാൽ പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പറയും. ഇതിനൊക്കെ ശരിക്കും മേടിക്കണമെങ്കിൽ എത്ര രൂപയാവും? സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണോ? ഏറ്റവും കുറഞ്ഞത് അവിടെ 2.5 ലക്ഷം രൂപ ആയിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് 2.5 ലക്ഷം രൂപ. പിന്നെ ഞങ്ങൾ മറ്റേ ബസ് ഇവിടെ എത്തണമെങ്കിൽ അത് 2.25 ലക്ഷം രൂപ. അവിടുന്ന് ഇവിടം വരെ ഇവലൊക്കെ മറ്റേ ബസ്സിലാ വന്നിട്ടുള്ളത്. ഇവർക്ക് വോയിസ് ആംബുലൻസ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്. ഇവർക്ക് ഞാനിവിടെ മിക്സ് ചെയ്തുണ്ടാക്കാണ്. അതായത് ഓട്സ് ബാർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും പെല്ലറ്റ് കൂട്ടിട്ട്. പുറത്തുനിന്ന് ആള് വന്നിട്ടല്ലേ?
പോയിക്കോളി ഇല്ലെങ്കിൽ ചെവി കേൾക്കും. ഇവരുടെ ഈ വേസ്റ്റ് ഒക്കെ നമ്മള് ബയോഗ്യാസ് പോലുള്ള കാര്യത്തിൽ ഉപയോഗിക്കും. നമ്മളെ പശു ആടൊക്കെ ബയോഗ്യാസ്. ഇവരുടെ ഇവരുത് ഞാൻ പറഞ്ഞില്ലേ, ഇവരുത് മൂത്രം കാര്യങ്ങളും ഇതൊക്കെ ടാങ്ക് പോവാണ്. മറ്റ് സാധനങ്ങള് പറമ്പക്ക്, അതായത് പശു ചാണകത്തിനേക്കാൾ വളമേണ് കുതിരച്ചാണകത്തിന്. ഡോഗ്സ് എല്ലാരും കൂടി 10-12 ആളുണ്ട്. ഇവിടെ ഒരു 4-5 പേരെ കണ്ടു. ഇവിടെ 5 ആള് മേലുണ്ട്, 6 ആള് മേലുണ്ട്. അവിടെ ഒരാളുണ്ടോ കുതിര? അതെ, കുതിര ഉണ്ട്. അതെന്താ വെച്ചാല് അത് നമ്മളെ ഫാമിലി ഇരുന്നിന്റെ കുതിരയാണ്, അട്ടപ്പാടിയിൽ. അപ്പൊ അവിടുന്ന് നമ്മളെ സ്റ്റാഫാള് നോട്ടം കുറച്ച് മോശമായപ്പോ കാലിന് ചെറിയൊരു പ്രശ്നം വന്നു. അപ്പൊ ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നതാണ്. ഇതല്ലാതെ വേറെ ഫാം ഉണ്ടോ? ഉണ്ട്. അവിടെ എന്തൊക്കെയാ പ്രധാനമായിട്ട്? ഇപ്പൊ അവിടെ ഇതായിട്ടുള്ളൂ, മറ്റേ വേറെ സാധനങ്ങളൊന്നുമില്ല, പറമ്പായിട്ടില്ല. അവിടെ കൃഷിയാണ്. അല്ല, അവിടെ ആയിരുന്നു ഞാന് മറ്റേ ഇത് ചെയ്തിരുന്നു. ഇത് അറിയാം, മറ്റേ ഈ ഡോഗുകളെ ഷെൽട്ടർ ഉണ്ടാക്കിയിട്ട് ഈ മറ്റേ ആക്സിഡന്റ് പറ്റിയതും അങ്ങനത്തെ ഇതൊക്കെ ഞാൻ 10-21 ഡോഗ് ഞാൻ റെഡിയാക്കി വിട്ടിട്ടുണ്ട്. പിന്നെന്താ വെച്ചാല് ആളുകൾ എന്താ ഇത് പറയാം, ഇത് ഇങ്ങനെ ഒരു ഷെൽട്ടർ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ആളുകൾ വരുന്നതും പോകേണ്ടതൊക്കെ അവിടെ കൊടുക്കുന്നത് ചാമ്പി പോവാ. പിന്നെ അവിടെ നാട്ടുകാരൊക്കെ പ്രശ്നമാക്കി തുടങ്ങി. കാരണം എന്താ വെച്ചാല് ഇവിടെ നായി ആകെ പെരുകി. ഭക്ഷണം കൊടുക്കണേലും ട്രീറ്റ്മെന്റ് എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ എന്താ വെച്ചാല് ഈ ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തൊക്കെ അവിടെ കൊടുന്ന് ഇട്ട് പോലെ തുടങ്ങി. അതിന് പിന്നെ ഞാൻ നിർത്തിയതാണ്. പിന്നെന്താ വെച്ചാല് ഇതിന് പണിക്കാരും ഇതെന്താ വെച്ചാൽ ഈ മൃഗങ്ങളെ പരിപാടി എന്ന് പറയുമ്പോ ഇതൊരു, ഇപ്പൊ ചില ആളുകളൊക്കെ എന്നോട് പറയും കുതിര വാങ്ങണം അതാകണം. ഇതെന്താ വെച്ചാൽ ഇതൊരു ഷോ ഓഫ് മാത്രല്ല, അതിലേറെ ആളുകൾ ഷോ ഓഫ് ആണ്. ഇത് കുതിരപ്പുറത്ത് അതല്ല, ഇവരെ പരിപാലിക്കണേ നല്ല ടൈമും വേണം, നല്ല റിസ്ക് എടുക്കണം, നല്ല അതായത് അതിന്റെ പിന്നാലെ നമ്മൾ നടക്കുന്ന വേണം. അതൊരാളെ ഏൽപ്പിച്ച് പോകേണ്ട സംഗതിയല്ല. ഒരു ആടോ പശു ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരാളെ ഏൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ 2 ദിവസം ലീവ് എടുക്കണമെങ്കിൽ ഒരാളെ ഏൽപ്പിച്ച് ഒന്ന് മാറ്റി കെട്ടെന്ന് വരാം. ഇവരൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇവരെ ആൾക്കാരല്ലാതെ ഈ 4 കുതിര കൂട്ടിക്ക് കയറായിക്കൂല, അവര് ഉപദ്രവിക്കും. അപ്പൊ അതൊക്കെ ഞാൻ ഭയങ്കര നോട്ടാണ്. അപ്പൊ അതൊക്കെ നമ്മള് അതിന്റെ ഇതൊരു താല്പര്യമില്ലാതെ ഇതിന്റെ പിന്നിൽ നടക്കാൻ പറ്റും. ഈ കോവിഡും പ്രളയമൊക്കെ വന്ന സമയത്ത് ഒരുപാട് മൃഗങ്ങൾ ഇങ്ങനെ പെട്ട് കിടന്നിട്ടുണ്ട്. ആ സമയത്ത് എങ്ങനെയായിരുന്നു? ആ സമയത്ത് ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ടൗണിലുള്ള ഡോഗിനൊക്കെ ഫുഡ് കൊടുക്കലൊക്കെ ഞങ്ങളായിരുന്നു. അന്ന് ഒരു 100 ഡോഗ് നമ്മളെ വെയിറ്റ് ചെയ്ത് നിന്നിരുന്നു. കാരണം എന്താ വെച്ചാൽ ഹോട്ടലുകളൊന്നും ഇല്ലല്ലോ. അപ്പോ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടി നിൽക്കേണ്ട ഡോഗുകൾക്ക് ഞങ്ങൾ വരുന്ന നേരം കറക്റ്റ് ആക്കിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു നായ്ക്കൾ. അന്നൊരു ഞാൻ പറയാം ഒരു 100 ഡോഗിന് മേലുണ്ടാവും. ഒരു 3 സെക്ഷനായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ബസ് സ്റ്റാൻഡിന്റെ അവിടെ കുന്നുമ്മ ടൗണിൽ അങ്ങനെ കൊടുത്തിരുന്നു. പിന്നെ ഞങ്ങൾ ഹോട്ടലുകളൊക്കെ തുറന്നപ്പോ ഞങ്ങൾ നിർത്തി. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ തിന്നാൻ ഭക്ഷണം കൊടുക്കുമ്പോ ഇത് നല്ല രീതിക്ക് കണ്ടോലുണ്ട്. ബാക്കിയുള്ളവർ പറയും ഇതിവിടെ വെറ്റ് പേർക്ക് പ്രശ്നമാവും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാണ്ട്. അപ്പോ കോവിഡിൽ അതൊക്കെ തന്നെയാണ് പരിപാടി. കോവിഡിൽ ഏറ്റവും മനുഷ്യരെ നോക്കാൻ ആൾക്കാരുണ്ടായിരുന്നു, മൃഗങ്ങളെ നോക്കാൻ അല്ല. അത് ഞാന് രണ്ടും ഇപ്പൊ ഫ്ലഡില് മനുഷ്യർക്കും വേണ്ടി ഇന്റെ ആ വണ്ടി ഓടി, മൃഗങ്ങൾക്കും വേണ്ടി ഈ വണ്ടി ഓടി. ഈ വണ്ടി വയനാട് ഞാൻ അങ്ങനെ തന്നെ വിട്ടിരുന്നു. ഇതിന് ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ ആരെയും കുടുങ്ങി നിൽക്കുന്ന മൃഗങ്ങളുടെ കയറ്റി കൊണ്ടുവരാ, നിങ്ങളെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചിറക്കാന്നൊക്കെ പറഞ്ഞ വീഡിയോ ഒക്കെ ചെയ്തിട്ടിരുന്നു. നമ്മള് കാവേരിയുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. ഇത് കാവേരിക്ക് വേണ്ടിട്ടാണ് നമ്മൾ അവിടെ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് എത്തിയത്. അല്ല, ആന എന്ന് പറഞ്ഞാലേ അത് മറ്റു മൃഗങ്ങളെ മാതിരില്ല. നമ്മളതിന്റെ അതായത് ഇതിപ്പോ എത്ര ഇണക്കം കാര്യങ്ങൾ പറഞ്ഞാലും ചില നേരത്തെ ഇവരൊരു കൈവിടലും ഓട്ടം ചാട്ടൊക്കെ ഉണ്ടാവും. അത് പിടിച്ചു നിർത്താൻ കഴിയണം. ഇപ്പൊ ഞാനിതിനെ കൊണ്ടിറക്കി കണ്ടിട്ട് പല ആളുകളും ആന വാങ്ങാൻ നടക്കുക, നമുക്ക് സിമിലിന്റെ അടുത്തുള്ള ആനയെ പോലെ ആന കിട്ടണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷെ അതെന്താ വെച്ചാല് ഈ ആന അത്യാവശ്യത്തിലേറെ കയ്യിലിരിപ്പുള്ള ആന. ഇതങ്ങനെ അയച്ചു വിടാൻ പറ്റിയൊരു ആനൊന്നും ആയിരുന്നില്ല. അതിന്റെ അടുത്ത് വന്ന് എന്തോ ഒരു ദൈവത്തിന്റെ കൊണ്ട് ഞങ്ങൾ രണ്ടാളും അങ്ങോട്ട് സിങ്കായി. അതുപോലെ എല്ലാം ആവണം. ഇപ്പൊ നമ്മളെ വീഡിയോ കാണുമ്പോ കുറെ ആളുകൾ അതിന്റെ അടി കമന്റ് ഇടും, എല്ലാ പാപ്പന്മാരും ഇത് കണ്ടു പഠിക്കണം. അതൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാല് ഈ ആനനെ സംബന്ധിച്ചിടത്തോളം ഈ ആന പോയി എന്തേ പ്രശ്നം ഉണ്ടാക്കി, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ആ കേട് വരുത്തിയത് അതിന്റെ പൈസ കൊടുക്കും, പ്രശ്നം തീർക്കും, ഞാൻ പോരും. ആ സ്ഥാനത്ത് ഇന്റെ പണിക്കാരനാണ്, പാപ്പാനാണ് ഇത് കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് പോയാൽ അവന്റെ പണി പോയി. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന പറയാ, അതിന്റെ ചെങ്ങലിയും കാര്യങ്ങളും എപ്പോഴും പിടിച്ചു കെട്ടാൻ പറ്റിയ സെറ്റപ്പില് കൊണ്ടെടുക്കും. അപ്പോ ഞാൻ എപ്പോഴും ഇങ്ങനെ വീഡിയോന്റെ അടിയിലൊക്കെ കാണലുണ്ട്, നമ്മൾ കൊണ്ടെടുക്കണവരെ ആന കൊണ്ടെടുക്കും. പിന്നെ എല്ലാ ആനകളൊന്നും ഇങ്ങനെ ചില ആനകൾ വിശ്വസിക്കാൻ പറ്റില്ല. അതായത് ഇവൽക്കൊരു കിളിപോക്ക് ഉണ്ട്, ആ കിളിപോക്കിൽ ചിലപ്പോൾ എന്തും ചെയ്യും. അങ്ങനത്തെ ആനകൾ അങ്ങനെ കൊണ്ടെടുക്കാൻ പറ്റുള്ളൂ. മനുഷ്യന്മാർ അതേ സിസ്റ്റാണ് ആന. അപ്പൊ എല്ലാ ആനകളെയും ഒരുപോലെ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് പറ്റുന്നു. ഇതെന്തോ ഒരു ദൈവത്തിന്റെ ഇതുകൊണ്ട് ഞങ്ങൾ സീറ്റിംഗ് ആയി. ഇപ്പൊ ഇനി ഒരു
മറ്റേ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുന്നുണ്ട് ഓ ആനക്ക് കുളിക്കാനായിട്ട്. മറ്റേന്താ വെച്ചാൽ പോയിക്ക് കുറച്ച് ദൂരം പോകണം. ആ പിന്നെ ഞാനിപ്പോ ഈ കെട്ടിടൽ തന്നെ ഫുൾ ഒഴിവാക്കിയിട്ട് ഒരു പറമ്പില് മറ്റേ ഫെൻസിങ് മാതിരി സെറ്റപ്പ് ചെയ്തിട്ട് അതിൽ അയച്ചു വിടാനുള്ള പരിപാടി. ഒരു സൂന്റെ മിനി സൂ അതുപോലെ ഇതാവുമ്പോ ഇപ്പൊ വീട്ടിലെത്തിയ തറയിൽ കെട്ടിയിടാണ്. ആ കെട്ടിടൽ ഒഴിവാക്കിയിട്ട് അയച്ചു വിടാനുള്ള പ്ലാനാണ് നമ്മളെ ലക്ഷ്യം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോ ഒരു ഇതിന് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടോ? ഇല്ല, സപ്പോർട്ട് കോവിഡ് കാലത്തൊക്കെ അരി കിട്ടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ വേറെ നമുക്ക് ഇൻഷുറും ഇതൊക്കെ അടക്കാന്നല്ലാതെ ഇങ്ങോട്ടും എന്തായാലും ഒന്നുമില്ല. ഇങ്ങോട്ടൊന്നുമില്ല. നമ്മളെ ആഗ്രഹങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ച് മെല്ലെ വന്നതാണ്. ഇതിപ്പോ ഞാൻ ഒറ്റടിക്ക് വാങ്ങിയെടുത്തല്ലത്. ആദ്യം പശു വന്നു, ആടാള് വന്നു, പശു വന്നു, നായ്ക്കൾ വന്നു, ഒരു കുതിരായി, 2 കുതിരായി, അങ്ങനെ പിന്നെ പിന്നെ ഒറ്റടിക്ക് എടുത്താണ്. അപ്പൊ അല്ലാതെ ഇത് ഞാൻ പറഞ്ഞ കോടിക്കണക്കിന് പൈസ ഞാൻ വീഡിയോന്റെ ഇടയിലൊക്കെ ഞാൻ തന്നെ കമന്റ് വായിക്കലുണ്ട്, എനിക്ക് സ്മഗ്ലിംഗ് ആണ്, അതാണ്. അതൊക്കെ വെറുതെ. അതെന്താ വെച്ചാല് ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ആഗ്രഹിച്ചുകൊണ്ട് അത് അതിന് വേണ്ടിട്ട് നമ്മള് മെല്ലെ പിന്നെ ഇതിപ്പോ ആളുകൾ കാണുമ്പോ എന്താണ് കൊറേ സെറ്റപ്പ്. ഇതൊന്നും ഞാൻ ഒറ്റടിക്ക് പോയി വാങ്ങിയതല്ല. ആഗ്രഹിച്ചുകൊണ്ട് ആദ്യം ഒന്ന് വാങ്ങി, ഒരു വണ്ടി വാങ്ങി, പടിപടിയായിട്ട് വന്നാണ്. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടത് നമ്മൾ ഇത്ര ഫേമസ് ആയതൊക്കെ പേരെ കൊണ്ടാണ് അല്ലേ? ഞങ്ങളെ ഇവിടെ എത്തിച്ചത് കാവേരിയാണ്. അതേ പറഞ്ഞത്, ഈ കാവേരിയെ വാങ്ങിയെന്ന് എല്ലാരും എതിർത്തു. കാരണം ഒന്ന് ഇത്ര മോശപ്പെട്ട ആന ശരീരമില്ല. പിന്നെ ആന എല്ലാരും പറഞ്ഞെന്താ വെച്ചാൽ ഈ ആന ഇവിടെ അല്ല, അതായത് ഇവള് ക്ഷീണിച്ച്, അതായത് ഞാൻ അതായത് നോക്കാണ്ട് പറഞ്ഞാല് കയ്യിലിരിപ്പ് അതാണ്, കുരുത്തക്കേടാണ്. അപ്പൊ പിന്നെ ബസ് അറിയാലോ. അപ്പൊ എന്നോട് എല്ലാരും പറഞ്ഞത് ഒരാഴ്ച കൊണ്ട് ചത്തു പോവും. അപ്പൊ എല്ലാരും അതാ പറഞ്ഞത്, ആ ചെക്കൻ കുടുങ്ങി, എന്റെ കയ്യിൽ നിന്ന് പോവും. അപ്പൊ ഞാൻ പറഞ്ഞില്ല, അപ്പൊ അത് നമ്മൾ അതിന്റെ പിന്നാലെ കൂടി വിജയിച്ചു. അപ്പൊ ഞാൻ ദൈവം ഇതേപോലെ സൂപ്പറായിട്ട് പോകാനുള്ള ഒരു ഇത് തരട്ടെ. അതെ, അതെ, ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.